ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ശിവരാത്രിയുടെ മാഹാത്മ്യം, അനുഷ്ഠാനം, ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ശിവരാത്രി വളരെ പ്രധാനപ്പെട്ട വളരെ അനുഷ്ഠാനങ്ങളോട് കൂടിയാണ് ഭാരതീയർ കൊണ്ടാടി പോന്നിട്ടുള്ളത്. രാവിലെ മുതൽ വ്രതം, ഉപവാസം തുടങ്ങിയവ ബാഹ്യങ്ങളായ ആചരണമെന്ന നിലയിൽ, കർത്തവ്യ നിഷ്ഠന്മാരായ ആളുകൾ ശിവരാത്രി ദിനത്തിലാണ് ഭസ്മ നിർമ്മാണമൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള ചാണകവരളിയൊക്കെ എടുത്ത് ഭസ്മം സ്ഫുടം ചെയ്തെടുക്കുന്നത് ഈ ദിനത്തിലാണ്. കുറച്ചുകൂടെ കൂടിയ തന്ത്രസാധകന്മാരും മറ്റും ശ്മശാനത്തിൽ നിന്നുള്ള ഭസ്മമൊക്കെ കൊണ്ടുവന്നാണ് പൂശാറുള്ളത്. ഭക്തന്മാരും മറ്റും ശ്മശാന ഭസ്മം അഭിഷേകം ചെയ്ത് ത്രംബകേശ്വരത്ത് നിന്നൊക്കെ പോയി ഉപാസിച്ച് മേടിച്ചു കൊണ്ടുവരുന്നതും ഈ ദിനങ്ങളിലാണ്. ഇതൊക്കെ ഇതിൻ്റെ ബാഹ്യ വിധാനീയതയാണ്. ഈ ദിനത്തെ കരചരണങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ ഭംഗിയുള്ളതാക്കി തീർക്കുന്നതിനുള്ള പദ്ധതികളിലാണ് ഇതൊക്കെ പെടുക. അതിനുപോൽബലകങ്ങളായ പുരാണ കഥകളും അതിനുപോൽബലകങ്ങളായ അനുഭവങ്ങളെക്കുറിച്ചുള്ള വർണ്ണനങ്ങളുമൊക്കെ സുലഭമാണ് നമ്മുടെ സംസ്കൃതിയിൽ. അല്പം കൂടിയത് പഠിച്ച് ഉയർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രി പുരാണപ്രസിദ്ധമായ പാലാഴി മഥനത്തോട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണെന്ന് തോന്നുന്നു. എൻ്റെ കഥ പറഞ്ഞ് നേരം കളയണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടാവും. ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ്. പാൽക്കടൽ കടയുമ്പോൾ അതിലൊരു വളരെ ദിവ്യങ്ങളായ വസ്തുക്കൾ ലഭിക്കുകയുണ്ടായി. വളരെ ദിവ്യങ്ങളായ വസ്തുക്കൾ. നമുക്കറിയാം, കടയുന്നത് വാസുകിയെ കയറാക്കിയും പർവ്വതത്തെ, മന്ധരപർവ്വതത്തെ കടകോലാക്കിയുമാണ് എന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. രണ്ടു പ്രതീകങ്ങളാണ്. അങ്ങനെ കടഞ്ഞപ്പോൾ വളരെ ദിവ്യ വസ്തുക്കൾ ലഭിച്ചു. ലക്ഷ്മിയൊക്കെ അവിടുന്ന് കിട്ടിയതാണ്. ഉച്ചൈസ്രവസ് അവിടുന്ന് വന്നതാണ്. നാനാവിധത്തിലുള്ള രത്നങ്ങളും അവിടുന്ന് വന്നതാണ്. അവസാനം അമൃതും അവിടുന്ന് തന്നെ വന്നതാണ്. അതിലാദ്യം വന്ന നല്ല വസ്തുക്കളൊക്കെ സ്വീകരിക്കാൻ വളരെ പേരുണ്ടായി. അവസാനം വാസുകിയിൽ നിന്ന് ഉണ്ടായ വിഷം, അത് സ്വീകരിക്കാൻ ആളുണ്ടായില്ല. ഏതൊരു അമൃതാണോ എത്തുന്നത്
അതിനു മുമ്പ് തന്നെ ഈ ലോകത്തെയാകെ നശിപ്പിക്കുവാൻ പോന്ന ഈ വിഷം സംഹരിച്ചേ പറ്റൂ. അനേക ജന്മസിദ്ധമാണ് പാപസഞ്ചയങ്ങൾ, അനേക ജന്മസിദ്ധമാണ് ജീവനെ സംബന്ധിച്ചിടത്തോളം പുണ്യസഞ്ചയങ്ങൾ. ഈ സമഷ്ടി കൽപ്പനയിൽ ആ പുണ്യസഞ്ചയങ്ങളിൽ നിന്ന് ജീവിതം മഥനം ചെയ്യാൻ ഒരാൾ ഇറങ്ങിയാൽ വളരെ നല്ല വസ്തുക്കൾ കിട്ടും. അവയെല്ലാം എന്റേതാണെന്ന് വാരിക്കൂട്ടാൻ താല്പര്യവുമുണ്ട്. ആ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നവൻ തൻ്റെ ജീവിതത്തെ മഥനം ചെയ്യുമ്പോഴുണ്ടാകുന്ന വിഷം ആര് സ്വീകരിക്കും? കാലാതീതമായ, വ്യക്തി അതീതമായ ഒരു അന്വേഷണവും ചോദ്യവുമാണ്. പുണ്യമോ പാപമോ അപഗ്രഥിക്കാതെ ജീവിച്ചു പോകുന്നത് അത്ര വലിയ കാര്യമല്ല. പുണ്യപാപങ്ങളില്ല എന്ന് അഭിമാനിച്ച് ജീവിക്കുന്നതും അത്ര കാര്യമല്ല. അറിവ് വന്നവനും അറിവുണ്ടെന്ന് നടിക്കുന്നവനും പുണ്യപാപങ്ങൾ ഏതും അറിയാതെ ജീവിക്കുന്നതും അജ്ഞാനത്തിൽ അത്ര വലിയ കാര്യമല്ല. പുണ്യത്തെയും പാപത്തെയും വേർതിരിച്ചറിയേണ്ടി വരിക ക്ലിഷ്ടകരമാണ്. ദേവാസുര സമ്പത്തികൾ ഏറ്റുമുട്ടിപ്പോകുമ്പോഴും ദേവാസുര സമ്പത്തികൾ കൈകോർത്തു നീങ്ങുമ്പോഴും പ്രശ്നമില്ല. ദേവാസുര സമ്പത്തികളിൽ നിന്നുള്ള ഫലങ്ങൾ വരുമ്പോൾ പ്രശ്നമാണ്. പുണ്യസ്യ ഫലമിച്ഛന്തി പുണ്യം നേച്ഛന്തി മാനവാ ന പാപഫലമിച്ഛന്തി പാപം ചരതി പുരുഷ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നെയും നിങ്ങളെ എടുത്തു നോക്കിയാൽ നമ്മളിൽ ഒരാൾ പോലും പുണ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പുണ്യം, യജ്ഞം മുതലായവ അദൃഷ്ട പുണ്യ ഫലപ്രാപ്തങ്ങളായ കർമ്മങ്ങളാണ്. ദൃഷ്ടഫലമില്ലാത്തതുകൊണ്ട് അല്പമെങ്കിലും ആധുനിക വിവരം നാം നേടിയിട്ടുണ്ടെങ്കിൽ ചെയ്യില്ല. ശരിയാണ്. ഞാൻ നാളെ ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കി അതിൻ്റെ അകത്ത് ഇതുപോലൊരു വിളക്ക് കത്തിക്കുകയാണെങ്കിൽ പോലും, ഇവിടെ ഈ വിളക്കെങ്കിലും കത്തിച്ചു, കാരണം ഇവിടെ അത് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നെടുക്കാം. ഞാനൊരു ആധുനിക രീതിയിൽ പഠിച്ച ഒരാൾ, ഞാൻ ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കിയാൽ, കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്നൊക്കെ പറയാം, കെട്ടിയുണ്ടാക്കിയാൽ ആ എണ്ണ ചെലവാക്കുന്നതിൻ്റെ കണക്ക് ഞാൻ ഓർക്കും. ദൃഷ്ടമായത് എന്തു ഫലം തരുമെന്ന് നോക്കും. സംസ്കൃതിക്കുള്ളിൽ അദൃഷ്ടഫലദായികളായ ഒട്ടേറെ കർമ്മങ്ങളുണ്ട്.
യജ്ഞമൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട കർമ്മങ്ങളാണ്. നമ്മൾ ചെയ്യുമോ? ചോദ്യം മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്യുമോ? അദൃഷ്ടഫലദായകങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ, ദൃഷ്ടത്തിൽ ഒരു ഫലവും തരാത്തവ. ദാനത്തിന് ദൃഷ്ടഫലമില്ല. മനസ്സിലായില്ല? അതിഥിയെ പൂജിക്കുന്നതിന് യാതൊരു ദൃഷ്ടഫലവുമില്ല. ഞാനൊരു വീട് നടത്തുകയാണ്, ഒരു ഗൃഹസ്ഥനാണ്. ഞാനൊരു ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ സന്യാസിയോ ആണ്. ഞാനൊരു ആശ്രമം നടത്തുകയാണ്. ഇന്നത്തെ നിലയിൽ ഞാൻ തിഥി അറിയിക്കാതൊരുത്തൻ വീട്ടിലേക്ക് കയറി വന്നാൽ ഇറങ്ങിച്ചെന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ച് വേഗം പറഞ്ഞു വിടുമോ? എനിക്ക് ദൃഷ്ടമായ ഫലം തരാൻ പറ്റിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു നേതാവ് എൻ്റെ കുട്ടികൾക്ക് നാളെ ഒരു അഡ്മിഷൻ വാങ്ങേണ്ടി വന്നാൽ അത് നേടിത്തരാവുന്ന കോളേജും സ്കൂളുമൊക്കെ നടത്തുന്ന ഒരു ആധ്യാത്മിക പുരുഷൻ ഒക്കെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വിളിച്ചിരുത്തുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വരും. തിഥി അറിയിക്കാതെ ഒരാൾ കയറി വന്നാൽ അതിനകത്ത് ദൃഷ്ടഫലങ്ങൾ ഒന്നുമില്ല. അദൃഷ്ടഫലങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിയുണ്ടോ? ശരിയാണോ? ആശ, എൻ്റെ ആശകൾ പലതും ഭംഗം വരാറുണ്ട്. ഞാൻ ആശിക്കുന്നതെല്ലാം ഒന്നും നടക്കാറില്ല. ആശയ്ക്ക് ഭംഗം വരുന്നത് എൻ്റെ ജന്മജന്മാന്തരങ്ങളിൽ അതിഥിയെ വർജിച്ചതാണെന്ന് ഞാൻ സമ്മതിക്കുമോ? ശാസ്ത്രം, ശ്രുതിമാതാവ് നമ്മോട് പറയുന്നത് അതിഥിയെ വർജിച്ചാൽ നിന്റെ ആശകൾക്ക് ഭംഗം വരും. നീ ആശിക്കുന്ന കാര്യങ്ങൾ ആശിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നടക്കണം എങ്കിൽ നീ അതിഥി ഭൂജനമുള്ളവനായിരിക്കണം. സമ്മതമാവുമോ ഇത്? ഞാനില്ലെന്നും പറഞ്ഞില്ല, ഉണ്ടെന്നും പറഞ്ഞില്ല. നമ്മളീ ഇരിക്കുന്നവർ ദൃഷ്ടപ്രയോജനങ്ങൾ കാണാത്ത ഈ കാര്യം ചെയ്യുമോ എന്ന് മാത്രമാണ് ചോദിച്ചത്. ചെയ്യാറില്ല. പ്രതീക്ഷയുടെ ഭംഗം. നമ്മൾ വളരെ പ്രതീക്ഷിക്കുന്നവരാണ്. ശരിയാണ്. ആശയും പ്രതീക്ഷയും തമ്മിൽ അന്തരമുണ്ട്. രണ്ടും ഒരുപോലെ തോന്നുന്നല്ലേ? ആണല്ലേ? അല്ല. ആശ എന്നത് ഇല്ലാത്ത ഒന്നിന്മേലുള്ള ആഗ്രഹമാണ്. പ്രതീക്ഷ എന്നത് ഉള്ള ഒന്നിനെ കാത്തിരിക്കലാണ്. മകനെ പ്രതീക്ഷിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. മനസ്സിലായി? മകൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ വരും. ഇത്ര മണിക്കുള്ള ട്രെയിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കൂട്ടാൻ വണ്ടിയെടുത്ത് പ്രതീക്ഷയ്ക്ക് പോവുകയാണ്. കൂട്ടുകാരനോ കൂട്ടുകാരിയോ അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ച് പോവുകയാണ്. ആശയതല്ല, ഇപ്പോഴില്ല. ഇല്ലാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കുന്നതാണ് ആശ.
രണ്ട് തമ്മിലുള്ള വ്യത്യാസം അല്പം മനസ്സിലായി ധരിക്കുന്നു. അതുകൊണ്ട് ആശയും പ്രതീക്ഷയും രണ്ടാണ്. പ്രതീക്ഷിച്ചു പോയി അവിടെ ചെന്നപ്പോഴാണ് ഫ്ലൈറ്റിന് വരികയാണ് സുഹൃത്ത്. ആ ഫ്ലൈറ്റേ തകർന്നുപോയി. പ്രതീക്ഷ നടന്നില്ല. ഇത്രാം തീയതി വന്നോളൂ, ഞാൻ കാണും, അപ്പോൾ നമുക്ക് സംസാരിക്കാം, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞതാണ്. പ്രതീക്ഷയോടെ വേറെ ആരെയും ഏൽപ്പിക്കാതെയാണ് ഇയാളെ കാണാൻ പോയത്. കാത്തിരിക്കാവുന്നതിൻ്റെ മുഴുവൻ കാത്തിരുന്നു. ദേഷ്യം വന്നു. ഫോൺ വിളിച്ചു. രണ്ട് ചീത്തയും പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചീത്തയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ആവശ്യം നടന്നില്ല. ശരിയാണ്. പ്രതീക്ഷ നടക്കാതെ വരുമ്പോൾ നമ്മൾ ശാസ്ത്രത്തെ അംഗീകരിച്ച് നമ്മളെ പ്രതീക്ഷിച്ചു വന്ന അതിഥിയെ നാം സ്വീകരിക്കാതെ വിട്ടിട്ടുണ്ടോ എന്ന് അപ്പോഴെങ്കിലും ചിന്തിക്കുമോ? അതല്ല, കള്ളൻ എന്നെ കാത്തിരിക്കാൻ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ചെന്ന് നിന്നിട്ട് പറഞ്ഞ സമയത്ത് വന്നില്ല, നീചനാണ് അയാളെന്ന് കണ്ടുപിടിക്കുമോ? ശരിയല്ല ഉത്തരം. ആ വാക്കയാൽ പാലിക്കാത്തത് അയാളുടെ കുറ്റമല്ല. എനിക്ക് ആവശ്യമുള്ള എന്നെ കാണേണ്ട അയാളെ തടഞ്ഞത് ഞാൻ അതിഥിയെ വർജിച്ചതുകൊണ്ടുള്ള ദേവതയാണ്. അതുകൊണ്ടാണ് അത് അദൃഷ്ടം എന്ന് ഞാൻ പറഞ്ഞത്. ദൃഷ്ടമായ ഒരു നിയമം കൊണ്ടും കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. അയാൾ പുറപ്പെട്ടതാണ്, വണ്ടി മറിഞ്ഞു, പൈസയുമായിട്ടാണ് പുറപ്പെട്ടെ. വണ്ടി എങ്ങനെ മറിഞ്ഞു എന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് ചുഴലിക്കാറ്റ് വന്ന് മറിഞ്ഞു. 6 കമ്പാർട്ട്മെൻ്റാണ് ചുഴലിക്കാറ്റെടുത്ത് വെള്ളത്തിലേക്ക് തള്ളിയത്. ആ പെരുമൺ ഒരു ചുഴലിക്കാറ്റാണ്, എടുത്തങ്ങിട്ടതാണ്. അതേലായിരുന്നു നമുക്കുള്ള ആള് പണവുമായിട്ട് വന്നത്. പണം പോട്ടെ, അയാളെ പോലും കിട്ടിയില്ല. വരാമെന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അയാൾ എങ്ങനെ വരും? അതിനകത്ത് നേറ്റ് വാക്ക് പാലിക്കാൻ പറ്റുമോ? അയാൾ പുറപ്പെട്ടതാണ്, വന്നതാണ്. വഴി വെച്ച് അയാളെ പോക്കറ്റ് അടിച്ചു പോവുകയും അടിച്ച് ബോധം കെടുത്തുകയും ചെയ്ത ആൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അയാൾ നമ്മളുടെ അടുക്കലെത്തി ആ പണം നമുക്ക് തന്ന് സഹായിക്കുന്നത് വരെ അയാളെയും നമ്മളെയും നിയന്ത്രിക്കുന്ന ഒരു അദൃഷ്ടമുണ്ട്. അത് നമ്മൾ ആധുനികർ അംഗീകരിക്കുമോ എന്നാണ് ചോദ്യം. നമ്മൾ അംഗീകരിച്ചില്ല എന്ന് വെച്ചത് ഇല്ലാതാകുമോ എന്നാണ് അടുത്ത ചോദ്യം. ഈ ലോകത്തിലെ സംഭവങ്ങൾക്കൊക്കെ നമ്മുടെ അംഗീകാരവും നമ്മുടെ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലേ സത്യമാവുകയുള്ളൂ എന്ന് അത്ര വലിയ നിർബന്ധമുണ്ടോ? നമ്മുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഇതൊക്കെ സുരക്ഷിതമായി നമുക്ക് ശാന്തമാക്കാൻ കഴിയുമോ? ഇത്ര വളരെ ചോദ്യങ്ങൾ ഇതിനകത്തുനിന്നുണ്ട്. മനസ്സിലാവുമോ? മനസ്സിലാവുമോ?
ഉണ്ട്. അപ്പൊ അദൃഷ്ടം എന്നതിൽ യജ്ഞങ്ങളുണ്ട്, ദാനാദികളുണ്ട്, ആതിഥ്യ സൽക്കാരങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. തിഥി അറിയിക്കാതെ വരുന്നവനെ പൂജിക്കുമ്പോൾ അദൃഷ്ടമാണ്. അദൃഷ്ടത്തിലാണ് ആശയുടെ വിനാശം വരുന്നത്, പ്രതീക്ഷയുടെ വിനാശം വരുന്നത്, സംഗതത്തിൻ്റെയും വിനാശം വരുന്നത്. ചിത്രകേതുവാണെന്ന് തോന്നുന്നു രാജാവ്. നല്ലൊരു ചക്രവർത്തിയാണ്, ഉത്തമനാണ്. എന്തു ചെയ്യാൻ? മക്കളില്ല. ഒരു വിവാഹം കഴിച്ച് കുട്ടിയില്ലാത്തതുകൊണ്ട് രാജ്യം അന്യാധീനപ്പെടാതിരിക്കാൻ ഒരു വിവാഹം കൂടെ കഴിച്ചു. 2 ഭാര്യമാരും കൂടെ ഒരു പിടി സൽക്കർമ്മങ്ങൾ നടത്തി. ഒടുവിൽ ഒരു ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു. തങ്കം പോലൊരു കുഞ്ഞ്. തൊട്ടിലാട്ടുന്നു, ബഹളം മയം. കൊട്ടാരം അങ്ങനെ ആഘോഷത്തിമിർപ്പിലാണ്. ഒരു ഭാര്യയിൽ കുഞ്ഞുണ്ടായപ്പോൾ മറ്റേ ഭാര്യ വിചാരിച്ചു, ഇനി രാജാവ് നമ്മുടെ അന്തഃപുരത്തിലേക്ക് വരവുണ്ടാവില്ല, ഇനി അവളുടെ അടുക്കലായിരിക്കും സ്ഥിരതാമസം. അത് ശരിയല്ല. അല്പം വിഷം കലർത്തി കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞ് മരിച്ചു. ഏത് തെറ്റുകൊണ്ടാണ് കുഞ്ഞിൻ്റെ മൃത്യു ഉണ്ടായത്? ആ കുഞ്ഞിനെ മറന്ന് രാജാവിനെ ഓർത്ത് രാജാവിന് വേണ്ടി ദാഹിച്ച് സ്നേഹം പ്രതി കുഞ്ഞിന് വിഷം കൊടുക്കുകയാണ് ചെയ്തത്. കുഞ്ഞിന് വിഷം കൊടുത്തത് ദ്വേഷം കൊണ്ടല്ല, രാജാവിനോടുള്ള പ്രേമം കൊണ്ടാണ്. മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ഒരു അദൃഷ്ടമുണ്ട്. രാജാവ് എവിടെയോ ആതിഥ്യ വർജനം ചെയ്തിട്ടുണ്ട്, അതിഥിയെ സൽക്കരിച്ചിട്ടില്ല. അതും അതുപോലെ ഒത്തുചേർന്നു വന്നതാണ്. പാപങ്ങളുടെ കൂട്ടായ്മകൾ ഒത്തുവരുമ്പോഴാണ് സമഷ്ടിയിൽ അവർ ചേർന്ന് പാപങ്ങൾ കളിക്കുക. ഞാൻ ഭൂമിയിലേക്ക് വരുന്നു എന്ന് എൻ്റെ പൂർവജന്മങ്ങൾ നിശ്ചയിക്കുമ്പോൾ തന്നെ എൻ്റെ പാപങ്ങൾക്ക് കൂട്ടുചേരാനുള്ളവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ നിന്ന് അതേ സമയത്ത് പുറപ്പെടുന്നുണ്ട്. ഒന്നിനെയും ഒഴിവാക്കാൻ പറ്റില്ല. കൂടെ പുണ്യശ്ലോകന്മാരായ ഗോപീഗോപന്മാരൊക്കെ അവതരിപ്പിച്ചതുപോലെ തന്നെ കംസാദികളും അവതരിച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചാ വരിക. സത്യാനൃതയെ മിഥുനീകൃത്യ, സത്യവും അനൃതവും മിഥുനീകരിച്ചേ പ്രപഞ്ചം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുമിച്ച് വന്നോളും. അതാണ് അതിൻ്റെ ഉത്തരം. അതത്രയും മതി എന്ന് വിചാരിക്കുന്നു. അപ്പോ അദൃഷ്ടത്തിന്റെ ഫലമായി ആശ, പ്രതീക്ഷ, സംഗതം, സുനൃത്തം. നല്ല വാക്കു പറയണം എന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ശ്രമിച്ചാൽ പറയാൻ പറ്റുമോ? ചിലര് സംസാരിച്ചാൽ തൂക്കവും തുടവുമുള്ള വാക്കേ വരുള്ളൂ. പഠിച്ചിട്ടാണോ? അല്ല. സുനൃത്തം
അതിഥി സൽക്കാരത്തിൻ്റെ ഫലമാണ്. ജന്മജന്മാന്തരങ്ങൾ അതിഥിയെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ തിഥി അറിയാതെ വരുന്ന അവൻ തൃപ്തനാകുമ്പോൾ കാലമറിയാതെ നമ്മളിൽ വരേണ്ട വാക്കുകൾ പരയിൽ നിന്ന് നെയ്തു വരികയാണ് ഇത്. വാക്കുകൾ നെയ്തു വരാൻ പഠിച്ചാൽ പോരാ, എത്ര പഠിച്ചാലും ഇന്നിടത്തിന്നത് ചേരണമെന്ന് കൃത്യതയുള്ള വാക്ക്, അതാണ് തൂക്കവും തുടവുമുള്ള വാക്ക്. അത് അവിടുന്ന് പറിച്ചാൽ അതിൻ്റെ സ്വഭാവം മാറും. അത്ര നല്ല വാക്കുകൾ അബോധത്തിലാണ് നെയ്തു വരുന്നത്. ആലോചിക്കും തോറും ആശയഗാംഭീര്യം വരുന്ന വാക്കുകൾ കവികൾക്ക് വരും ചിലപ്പോൾ. അതെങ്ങനെയാണ് വരുന്നത്? അതിങ്ങനെ ഉണ്ടാകുന്നതാണ്. സുനൃത്തം. നമ്മൾ പ്രാർത്ഥിക്കും, നല്ല വാക്കൊതുവാൻ ത്രാണിയുണ്ടാകണം. നല്ല വാക്ക് ഈ ജന്മത്തിൽ കിട്ടിയില്ല, അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടണമെങ്കിൽ അതിഥിയെ പൂജിക്കണം. അദൃഷ്ടത്തിൽ നിന്ന് അന്തർലീനമാണത്. അല്ലാതെ പുറത്തുനിന്ന് അതിങ്ങി വന്നു ചേരുന്നതല്ല. ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതാംശ. ഇഷ്ടം, യജ്ഞങ്ങൾ, പൂർത്തം, സാമൂഹ്യ സേവനങ്ങൾ, പുത്രൻ, പശു, ഇതൊക്കെ നഷ്ടമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതി പറഞ്ഞിരിക്കുന്നതാണ്. ശ്രുതിയുടെ വാക്കിന് അപ്പുറമില്ല. ജിജ്ഞാസയുള്ളവർക്ക്, ധർമ്മജിജ്ഞാസയുള്ളവർക്ക് പ്രമാണം പരമം ശ്രുതിയാണ്. അതിലായത് പറയുന്നത്. വന്നു ചേർന്നത്, അതാണ് പുത്രന്റെ കാര്യത്തിൽ പറഞ്ഞത്. ആശ, പ്രതീക്ഷ, സംഗതം. ആ സംഗതത്തിന് ഉദാഹരണമാണ് പറഞ്ഞത്. കിട്ടിയ പുത്രനാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് കിട്ടിയതുകൊണ്ടൊന്നും തീരുമാനിക്കണ്ട. കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കരിക്കണ്ട. കിട്ടിയതും എടുത്തുകൊണ്ട് പോവാം. മത്തായി മീൻ പിടിക്കാൻ പോകുന്ന പോലെ അത്. ചോദ്യം വന്നതുകൊണ്ടാണ് കുറച്ചുകൂടി ലഘുവായി പറഞ്ഞേക്കാം. മത്തായി പറഞ്ഞു, എൻ്റെ ഗീവർഗീസ് പുണ്യാളാ, ഇത്ര മണിക്കൂറായി മത്തായി ഇരുന്ന് ഈ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടുന്നു. ആദ്യം കിട്ടുന്ന മീൻ ഗീവർഗീസ് പുണ്യാളുണ്ട്. ചൂണ്ടയും കിട്ടു, ഒരു ബ്രാല് വെട്ടി വിഴുങ്ങി ഇരയെ ചൂണ്ടയെ കൊരുത്തു, കരക്കെടുത്തു. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ കൂടെ കണ്ട് ചെകിളെ പിടിച്ചുകൊണ്ട് ചൂണ്ട ഊരുന്നതിന് മുമ്പ് മത്തായി ഓർത്തു, വായിൽ വെള്ളം ഊറിയിട്ട്, എൻ്റെ ഗീവർഗീസ് പുണ്യാളാ, ഇത്രയും വലിയ മത്തി പുണ്യാളൻ എന്തിനാ? ഇത് മത്തായി കൊണ്ടു, അടുത്തത് പുണ്യാളച്ചന് തന്നേക്കാം. എന്നാൽ പുണ്യാളച്ചൻ ആദ്യം കിട്ടുന്ന ഒരു ചെറുത് പോരായിരുന്നു. ഇത്രയും വലുതിന് ഈ കടലിലേ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ചൂണ്ടയൊക്കെ പതുക്കെ ഊരി ചെകിളയ്ക്കിടയിൽ കൈ കൊണ്ട്. ഇതുവരെ മത്തായിയെ പറ്റിച്ച് ഒരു മീനും പോയിട്ടില്ല.